ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മട്ടൺ ചോപ്സ് ആണ്. മട്ടൺ ചോപ്സ് ഇഷ്ടപ്പെടാത്ത ഒരാളുമില്ല. പക്ഷേ ഞാൻ ഒരു കാര്യം പറയാം, ചിക്കനോളം എല്ലാവർക്കും മട്ടണും ബീഫും ഒന്നും ഇഷ്ടപ്പെടണം എന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ കുഞ്ഞുനാളിൽ ഈ പറഞ്ഞ പോലെ ബീഫും ചിക്കനുമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ മട്ടൻ്റെ ടേസ്റ്റ് അറിഞ്ഞേ പിന്നെ ഉള്ള കാര്യം പറയാലോ, മീറ്റിൽ അതായത് ഇറച്ചി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എൻ്റെ, അതായത് മട്ടൺ, ബീഫ്, ചിക്കൻ എന്ന് പോർക്ക് ഇതെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് രാജാവ് എന്ന് പറയുന്നത് മട്ടൺ തന്നെയാണ്. അതിന് നല്ലൊരു ടേസ്റ്റാണ്. മിക്ക ഈ പറഞ്ഞ പോലെ തവള ഇറച്ചി, മുയലിറച്ചി, ആമയിറച്ചി, മാനിറച്ചി ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനേക്കാട്ടിലൊക്കെ എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് എന്നാ പറയുക, മാനിറച്ചി, ആമയിറച്ചി എന്നൊക്കെ പറയുമ്പം പെട്ടെന്ന് എല്ലാവർക്കും ഒന്ന് കഴിക്കാനായിട്ട് ഒരു ഇച്ചിരി പ്രയാസം തോന്നുവേ. അല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ ദുബായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാമലിൻ്റെ ഇറച്ചി നമുക്ക് കിട്ടുവേ കഴിക്കാനായിട്ട്. ഇതും എല്ലാം ഉണ്ടല്ലോ, നമുക്ക് പെട്ടെന്ന് മലയാളികളായ നമുക്ക് ഇത് എന്താ പറയുക, ക്യാമലിൻ്റെ ആണെന്ന് പറയുമ്പോൾ ഒട്ടകറച്ചി തിന്നാൻ നമുക്കൊരു ഇച്ചിരി പ്രയാസം തോന്നുകയല്ലേ. അതുകൊണ്ട് നമ്മുടെ ജീവിത ശൈലിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ളത് മട്ടൺ, ചിക്കൻ, ബീഫ്, ഇതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ അതിനെ വെച്ചിട്ട് ഈ ചോപ്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പല ഭാഷയിൽ ചാപ്സ് എന്ന് പറയുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൻ്റെ റിബ്സാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ആനീസ് കിച്ചണിനകത്ത് ഞാനിപ്പോൾ റിബ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കഴിക്കാനും വേണ്ടി ഒന്നും കിട്ടുകയില്ല. അതിനകത്തൊന്നും ഇല്ലല്ലോ, എല്ലാം എല്ലല്ലേ, അന്നേരം പിന്നെ അതിനകത്ത് ദശകഷ്ണമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ എന്നാ ചെയ്തത്, ദശകഷ്ണം മേടിച്ച് വെച്ചേക്കുക. റിബ്സിന് സാധാരണ നമ്മൾ ചെയ്യേണ്ടത്, ചോപ്സിന് സാധാരണ നമ്മൾ ചെയ്യേണ്ടത് റിബ്സ് മേടിച്ച് വെച്ചാൽ ചെയ്യാനുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുക. വെജിറ്റേറിയൻകാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടല്ലോ, അതിന് യാതൊരു വിഷമവും വേണ്ട. അതും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ പറഞ്ഞ പോലെ കണ്ടുപിടിച്ച് തരും. ഫസ്റ്റ് വേണ്ടിയത് കുറച്ച് സവാള, കുറച്ച് വെളുത്തുള്ളി, മട്ടൺ, ഇച്ചിരി ഇഞ്ചി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്. ഇതിന് വേണ്ടിയ മസാല എന്ന് പറയുന്നത് കുറച്ച് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, പിന്നെ ജീരകം, നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ജീരകം. അപ്പോൾ ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചേച്ച് ഇച്ചിരി എണ്ണ ഒഴിക്കണം. എണ്ണ എന്ന് പറയുമ്പോഴത്തേക്ക് വെളിച്ചെണ്ണ തന്നെ ഏറ്റവും നല്ലത്. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് വാട്ടുമ്പോഴാണ് ഏറ്റവും രുചി. ഇനിയിപ്പോൾ എപ്പോഴും ഞാൻ പറയുന്ന പോലെ വെളിച്ചെണ്ണ അഥവാ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിൽ ഏതായാലും കുഴപ്പമില്ല. ഹെൽത്ത് ആണെങ്കിൽ ഒലീവ് ഓയിലാണ് ഏറ്റവും നല്ലതെന്ന് പറയും. പക്ഷേ ഒലീവ് ഓയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയാണെങ്കിൽ ഹെൽത്ത് വൈസ് ഏറ്റവും നല്ലതാണ്. പിന്നെ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ എല്ലായിടത്തും കിട്ടുന്ന ഏക ഒരു സാധനം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു രുചി വേറെ ഒന്നിനും കിട്ടുകയില്ല, അതായത് പ്രത്യേകിച്ച് നമ്മുടെ നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ. ഇതിനകത്തോട്ട് കുറച്ച് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ഇത്രയും ഇടണം. പക്ഷേ ആദ്യം നമുക്ക് ഈ സവാള ഇട്ടേച്ച് ഇത് നല്ല ബ്രൗൺ ആവണം. ബ്രൗൺ മീൻസ് ഞാൻ ഈ പറഞ്ഞ കൂട്ട് പറഞ്ഞില്ലല്ലോ അല്ലേ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ബിരിയാണിക്കൊക്കെ മൂക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ നല്ല ബ്രൗൺ ആവണം. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഞാൻ ഇച്ചിരി ഉപ്പിടുക. ശരിക്കും പറഞ്ഞാൽ മട്ടൺ ചോപ്സ് ഒക്കെ ഉണ്ടാക്കാൻ ഒത്തിരി എളുപ്പമുള്ളൊരു കാര്യമാണ്. ഞാനും ആദ്യം വിചാരിച്ചത് എന്നാണെന്നറിയാമോ, ഈ ചോപ്സ് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പ്രയാസമാണ്, ഒത്തിരി നീണ്ട പണിയാണെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അല്ല, നല്ലതാണ്, ഏറ്റവും എളുപ്പമായത്. ഇപ്പോൾ ഇത് 1 കിലോ മട്ടനാണ് മേടിച്ചേക്കുന്നത്. 1 കിലോ മട്ടന് വേണ്ടിയിട്ടുള്ള ഒരു മസാല എന്ന് പറയുന്നത് എന്തോരാണെന്നറിയാമോ, ഈ ഉള്ളി എടുത്ത പാത്രത്തിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഒരു സ്പൂൺ ജീരകം, ടീസ്പൂണാണ്. ഒരു 3-4 ഏലക്ക. ഏലക്ക ഇച്ചിരി കൂടി ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഇച്ചിരി തീരെ ഉമ്പിടി ഏലക്കയാണ്, കുഞ്ഞാ. പിന്നെ കുറച്ച് പട്ട, ഒരു കഷ്ണം പട്ട. ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഗ്രാമ്പു, ഒരു
ഒരു 7 എണ്ണം ഇരുന്നോട്ടെ. ഇത് ഇത്രയും നമ്മൾ നല്ലതായിട്ട് പൊടിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൗഡർ പോലെ പൊടിക്കുകയല്ല, കുറച്ചൊരു അതിൻ്റെ ആ മസാലയുടെ ടേസ്റ്റ് വരണം, അതനുസരിച്ച് വേണം നമ്മൾ പൊടിക്കാൻ. അപ്പോൾ തീരെ പൗഡർ പോലെയല്ല, ഒരു ക്രഷ്ഡും അല്ല പൗഡറും അല്ലാത്ത പോലെ വേണം നമ്മൾ ആ മസാല പൊടിച്ചെടുക്കാൻ. ഇതിനകത്ത് എക്സ്ട്രാ നമ്മൾ ഗരം മസാലയൊന്നും ചേർക്കുകയില്ല. ഈ ഉള്ളി എന്ന് പറയുന്ന ഒത്തിരി അങ്ങ് മൂക്കണം എന്ന് പറഞ്ഞാൽ എന്നാ പറയുക, ബ്രൗൺ ആയാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളിയും കൂടി ഇടുവാന്നേലും കുറച്ചുകൂടെ ടേസ്റ്റാണ്. ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. എന്നാന്നറിയാവോ, നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുവാന്നേലും മീൻകറി ഉണ്ടാക്കുവാന്നേലും എന്നാ ഒരു തോരനായാലും മുട്ടക്കറി ആന്നേലും എന്നതാണേലും എൻ്റെ അമ്മച്ചി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഞങ്ങൾ കുഞ്ഞുനാളിലൊക്കെ കോട്ടയത്തിന് ചെല്ലുമ്പോഴത്തേന് അന്നേ ഞാൻ പാചകം പഠിച്ച വിദഗ്ധയാണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷേ അമ്മച്ചി ചെയ്യുന്ന കണ്ടേക്കുന്നത് ഇപ്പം ഞാൻ പാചകത്തെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുമ്പോൾ കണ്ട കാഴ്ചകളാണ് പറയുന്നത്. അമ്മച്ചി എന്നാ കറി ഉണ്ടാക്കിയാലും ചെറിയ ഉള്ളി പൊളിക്കുവേ. ചെറിയ ഉള്ളി പൊളിച്ചേച്ച് ആദ്യം ഒരു പിടി ചെറിയ ഉള്ളി എടുത്ത് ഏത് കറി വെച്ചാലും അത് നല്ല മൂക്കുന്ന പോലെ അങ്ങ് വഴറ്റിയേച്ചാണ് പിന്നെ സവാളയൊക്കെ ഇടുകയുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് ചെറിയ ഉള്ളി മേടിക്കണമെങ്കിൽ എന്നാ കാശാവുന്നത്. ചെറിയ ഉള്ളി മാത്രമോ, നമ്മുടെ വലിയ ഉള്ളിയും തന്നെ അങ്ങനെ അങ്ങ് കാശ് കയറുക. അതുകൊണ്ട് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ, ഇറച്ചിക്കറി ആന്നേലും മീൻകറി ആന്നേലും ആദ്യം കുറച്ച് അമ്മച്ചി ചെയ്യുന്ന പോലെ ഇച്ചിരി ചെറിയ ഉള്ളി ഒരു 5 or 6 ആയാലും മതി, ഒന്ന് അരിഞ്ഞിട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം സവാള ഇടുന്ന കറി ആണെങ്കിൽ സവാള ഇട്ട് വഴറ്റുക. അപ്പോൾ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് വരും. ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടികളാണെങ്കിലും നമ്മുടെ നല്ല പ്രായത്തിൽ നമ്മുടെ അമ്മമാരൊക്കെ നമ്മളോട് പറയും എന്നതേലും ഒന്ന് ഉണ്ടാക്കി പഠിക്കടി ഇതാന്നൊക്കെ നമ്മളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പറയും ഇപ്പോഴേ ഒന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മൾ പറയും. പക്ഷേ ഞാൻ പറയുന്ന ഒരു ലിമിറ്റ് വരെ ഒന്നും പഠിക്കരുത്. കാര്യം എന്താണെന്നറിയാവോ, നമ്മളെ കെട്ടിച്ചു വിടുന്ന വീടിൻ്റെ രീതികൾ ചിലപ്പോൾ കുറച്ച് മാറ്റമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പഠിച്ചത് ഒന്നും ആയിരിക്കുമല്ല അവിടെ ചെയ്യുന്നത്, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ രീതി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പക്ഷേ ഇത് ഒരു വശം. രണ്ടാമത്തെ വശം എന്നാന്ന് വെച്ചാൽ നമ്മളൊന്ന് ചെന്നേച്ച് ഇപ്പോൾ ഇതേപോലെ തന്നെ ഇപ്പോൾ ചെറിയുള്ളിയുടെ കാര്യം പറഞ്ഞ പോലെ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അമ്മച്ചിയൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് പാചകത്തിനോട് ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നുമില്ല, അമ്മച്ചി ഇതേപോലെ ചെയ്തിരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമ്മളായിട്ടൊരു ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ സ്വാദായിട്ട് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും. അതാണ് ഈ പറഞ്ഞ പോലെ ശരിക്കും നമുക്ക് ഈ പാചകത്തിനകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോഴും പഠിച്ചിരുന്നാൽ നല്ലതാണ്. പഠിച്ചില്ലെങ്കിലും ടെൻഷനൊന്നുമില്ല. കാര്യം കെട്ടിച്ചു വിടുന്ന വീട്ടിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണെങ്കിൽ അവരുടെ സ്വാദ് നമ്മളുമായിട്ട് ചേർന്ന് പോരുന്ന അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലെല്ലാം പഠിച്ചുകൊണ്ട് പോയിട്ട് കാര്യമില്ല. പക്ഷേ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദോഷങ്ങൾ ഒന്നുമില്ല. ടു മേക്ക് ഇറ്റ് മോർ ബെറ്റർ, കുറച്ചുകൂടെ രുചി കയറാനായിട്ട് നമ്മൾ ഇതുപോലെയൊക്കെ ടിപ്സ് പഠിച്ചിരുന്നാലേ ഒത്തിരി നല്ലതാണ്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ കുറേ അമ്മമാർ എന്നെ വഴക്ക് പറയും. എന്നാന്നറിയാവോ, ഒരു വഹ പഠിക്കല്ലേ എന്ന് പറഞ്ഞ് വിട്ടതുണ്ട്. കാര്യം ഞാൻ എൻ്റെ ഒരു കാര്യം പറയുന്നത് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ കൊച്ചിനെ ഏത് നേരം നാത്തൂൻ ഇങ്ങനെ വഴക്ക് പറയുന്നത് കാണാവേ, അത് പഠിക്കുക, ഇത് പഠി, ചായ ഇടാനിടുക, അത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയും അതിനകത്തിന് അവളെ ഇങ്ങനെ വഴക്ക് പറയുന്നത്. കാര്യം ഇപ്പോൾ അവളെ കെട്ടിച്ചേക്കുന്നത് കണ്ണൂരാണ്. അന്നേരം നമ്മുടെ ട്രിവാൻഡ്രവുമായിട്ട് കണ്ണൂരുമായിട്ട് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവരുടെ ഫുഡ് തന്നെ ഏറ്റവും നമ്മളുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല, ഒത്തിരി വ്യത്യാസം അവരുടെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇവളിതെല്ലാം പഠിച്ചുകൊണ്ട് പോയേച്ച് അവിടെ പോയിട്ട് അവൾക്കെല്ലാം ടെൻഷനാവും. അപ്പോൾ അതും പഠിക്കണം ഇതും പഠിക്കണം, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ പോരെ. അതൊരു ഈസി മെത്തേഡ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നതുകൊണ്ട് ദോഷങ്ങളൊന്നുമില്ല. ഞാൻ ഉള്ളി ബ്രൗൺ ആവണം എന്ന് പറഞ്ഞ് ഇത്രയും ബ്രൗൺ ആവണം. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, അതൊന്ന് ഇച്ചിരി മൂക്കുന്ന സമയം തീ നല്ലതായിട്ട് കുറച്ചോ. അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി, മല്ലിപ്പൊടി ഇതിനകത്ത് ഇടുകയില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും മാത്രമേ ചേർക്കത്തുള്ളൂ. മുളക് പൊടി ഒരു 4 ടീസ്പൂൺ,
കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് ഒരു 1-1.5 ടീസ്പൂൺ വെച്ചാൽ മതി, എരിവ് കണക്കാക്കിയിട്ട്. ഇത് മൂക്കാൻ അധികം സമയമില്ല, ഇതിന് കുറച്ച് സമയം മതിയാവും. അതിനകത്തോട്ട് നമ്മൾ ഈ വാങ്ങിച്ച മട്ടൺ, റിബ്സാണ് ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ എല്ലോട് കൂടിയ മട്ടൺ മേടിച്ചാൽ മതി. ഇതിപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെറുതെ ഒരു മുളക് പൊടി മൂപ്പിച്ച ഒരു മണം ഉണ്ടാവുള്ളൂ ഈ പെരണ്ടൊക്കെ വരുന്ന സമയത്ത്. ആ സമയത്താണ് നമ്മുടെ ഈ മസാല, പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ഇടാനുള്ളത്. ഇതിന് ഒരു സ്പെഷ്യൽ ഒരു മണം ഉണ്ട് കേട്ടോ ഇതിന്. ഇത് ശരിക്കും നമ്മൾ ഇപ്പോൾ കുറച്ചിടുക, അതായത് ഇറച്ചിക്കകത്തോട്ടൊന്ന് പിടിക്കാനായിട്ട്. അത് പോയിട്ട് നമ്മൾ ലാസ്റ്റ് ഇറച്ചി ഒന്ന് പുരട്ടിയെടുക്കുന്ന സമയമില്ലേ, ആ സമയത്ത് ഇച്ചിരി മസാലയും കൂടി ഇട്ട് വേണം ഒന്ന് പുരട്ടിയെടുക്കാൻ. ഇനി ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ ഉപ്പിട്ടത് ഇച്ചിരി ഉള്ളി വാടാനായിട്ട് മാത്രമേ ഇട്ടുള്ളൂ. ഇതിന് ഇറച്ചിയിലും കൂടെ ഒന്ന് പിടിക്കണ്ടായോ. ഇനിയിപ്പോൾ ഇതെന്തായാലും എനിക്ക് നമ്മുടെ പാനയിലിട്ടാൽ ഇപ്പോഴൊന്നും ആവുകയില്ല. അപ്പോൾ ഞാനൊരു ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തേച്ച് നമ്മുടെ ഒരു കുഞ്ഞി പ്രഷർ കുക്കറിൽ വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്ത് തിരിച്ച് ഈ പാനിലിട്ട് ഒന്ന് കുറുകിയ പരുവം, അതായത് നമ്മുടെ ഗ്രേവി എന്തോരം വേണം, നല്ല ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ല കുഞ്ഞു ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം, അതല്ല പുരട്ടി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് രീതിയിൽ എടുക്കണോ അതുപോലെ തിരിച്ച് പാനിലോട്ടിട്ട് കുറുക്കിയെടുക്കുന്ന സമയത്ത് വാങ്ങുന്നതിനൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് മുമ്പ് ഈ പൊടിച്ച മസാലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കി വേണം എടുക്കാൻ. എന്നാൽ മസാലയുടെ കുത്തലുണ്ടാവാനും പാടില്ല, ആ മസാല ഒന്ന് പിടിക്കണം. ആ അനുസരിച്ച് വേണം നമ്മൾ ആ മസാല ഇതിനകത്തോട്ടൊന്ന് ചേർക്കാനായിട്ട്.